പി.വി. അൻവർ ഇവിടെ തിരൂരിൽ നിന്ന് ജയിച്ച വി. അബ്ദുറഹ്മാൻ മന്ത്രിയായി. 2 തവണ താങ്കൾ വിജയിച്ചതാണ്. താങ്കൾക്ക് മന്ത്രിയാകാവുന്നതാണ്. അബ്ദുറഹ്മാനേക്കാൾ ഒരു ഇഞ്ച് പോലും താഴെയുള്ള ആളല്ല. ശ്രീ പി.വി. അൻവർ പോട്ടെ, 1 ഇഞ്ച് മേലെയാണെന്ന് വെക്കൂ. ശ്രീ പി.വി. അൻവർ അതിന് സാധിക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ കഴിയാതെ പോകുന്ന ഈ കേസുകളാണെങ്കിലോ, ഈ പറയുന്ന ധനയിടപാടുകളാണെങ്കിലോ, ഈ പറയുന്ന ബെൽത്തങ്ങാടിലെ KR ക്രഷറും അങ്ങനെ ഷെയ്ഡിയായി അങ്ങേ ചൂഴ്ന്നു നിൽക്കുന്ന സംഭവവികാസങ്ങളാണെങ്കിലോ, ശ്രീ അൻവർ നഷ്ടം അങ്ങേക്കല്ലേ? അതെ. അപ്പോൾ ഞാൻ കൃത്യമായ ആൻസർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാൻ വഹിക്കുന്ന ഈ ഭാരം തന്നെ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരു മന്ത്രിയായി ഇവിടെ നാട്ടിലൂടെ നടക്കണം എന്ന ഒരു 1% പോലും ആഗ്രഹമില്ല. അത് ഏറ്റെടുക്കാനുള്ള മാനസിക ശാരീരിക അവസ്ഥയിലുമല്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മന്ത്രിയാക്കുന്നതല്ലോ. താങ്കളിലേക്ക് ഒരു മന്ത്രി എന്നൊരു ഓഫർ വരാത്തതിന് കാരണം ഈ കേസുകളാണെങ്കിലോ? എടുത്ത് മന്ത്രി എന്ന ഓഫർ വന്നോ, ഞാനത് സ്വീകരിച്ചോ തള്ളിക്കളഞ്ഞോ എന്നൊന്നും ആശ്മിക്ക് അറിയില്ലല്ലോ. ഒന്നോ അല്ല, ആശ്മിക്ക് അറിയില്ലല്ലോ. വന്നോ? പക്ഷേ അതൊന്നും ഇവിടെ പുറത്ത് പറയും. അതൊക്കെ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ നാളെ പാർട്ടി തന്നാൽ തന്നെ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് 10 പ്രാവശ്യം ആലോചിക്കേണ്ടി വരും. എൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു മന്ത്രിപ്പണി ഏറ്റെടുക്കാനുള്ള സാഹചര്യത്തിലല്ല ഞാൻ താങ്കളെപ്പോലുള്ളവരോട് ഫൈറ്റ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ UDFകാരോടും ഫൈറ്റ് ചെയ്യുന്നു. ഒട്ടനവധി അല്ലാത്ത ശത്രുക്കളോട് ഈ ഫൈറ്റ് മുഴുവൻ നടത്തിയിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഇടയിൽ ഒരു മന്ത്രിപ്പണി എനിക്ക് ഭാരമാണ്.